ഇത് എൻ്റെ ഭർത്താവാണ്. ക്യാൻസർ ബാധിച്ചിട്ട് 7 ഹീമോ കഴിഞ്ഞു, 36 റേഡിയേഷനും കഴിഞ്ഞു. ഇതുവരെ ഞങ്ങളെ സഹായിച്ചത് നാട്ടിലത്തെ ആൾക്കാരാണ്. ഇനി എന്നെക്കൊണ്ട് ഒന്നുകൊണ്ടും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ കൈ വിടാതെ സഹായിച്ചിട്ട് ഞങ്ങളെ ചികിത്സയ്ക്ക് മാർഗമായി തരണം. എൻ്റെ മണിയേട്ടന് വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കണം. ഇനി എന്നെക്കൊണ്ട് കഴിയാത്ത കാരണം ചേച്ചി പറഞ്ഞാൽ നിങ്ങൾ കേട്ട് മണിയേട്ടനാണ് നമ്മളൊക്കെ എൻ്റെയൊക്കെ ഒരു പ്രായമാവും, ചിലപ്പോൾ 45 വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇപ്പോൾ അല്ലേ. ഒരു മോനേ ഉള്ളൂ. നമ്മളെപ്പോലെ ജോലി ചെയ്ത് വണ്ടിയൊക്കെ ഓടിച്ച് കിടന്നതിൻ്റെ ഒരാളാണ്. പെട്ടെന്നാണ് ഇങ്ങനെ അസുഖം ലെൻസിന് ബാധിച്ച് ഇപ്പോൾ ബ്രെയിനിന് ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം രോഗം വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ. അപ്പോൾ നാട്ടുകാരായിട്ടുള്ള ആളുകളും ഇവിടുത്തെ മഹല്ല് ആളുകൾ, അതുപോലെ തന്നെ എല്ലാ കമ്മിറ്റിയിൽപ്പെട്ട സാമൂഹിക പ്രവർത്തകരെല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കപ്പൽപ്പടി മണിയുടെ ചികിത്സാർത്ഥം ഈ നാട്ടിലെ മതരാഷ്ട്രീയ രംഗത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹായത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടിയിലാണ് ഉള്ളത്. വളരെ ദയനീയമായ, വളരെ വിഷമമുള്ളൊരവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെ സഹായിക്കേണ്ടത് ഈ നാട്ടിലെ അതുപോലെ എല്ലാവിധ സഹോദരങ്ങളുടെയും അത്യാവശ്യമായ ഒരു കടമയായി മാറിയിട്ടുണ്ട്. എല്ലാവരും ആ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സംഖ്യ, എത്രയാണെന്ന് പ്രത്യേകം പറയുന്നില്ല, നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ കൊടുത്ത് ഈ മഹത്തായ ഈ പദ്ധതിയിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം. നമുക്കറിയാം, നമ്മളിൽ ഒരാളായ മണി ഇന്ന് രോഗശയ്യയിലാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും നാട്ടുകാരും പൊതുപ്രവർത്തകരുമെല്ലാം ഈ വിഷയത്തിൽ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇന്ന് അന്തിയുറങ്ങാൻ ഇല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് പണം ആവശ്യമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞങ്ങളിവിടെ കൂടിയിട്ടുള്ളത്. ഞാൻ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പറാണ്. ഞാൻ ഉൾപ്പെട്ട സ്ഥലത്താണ് ഈ കുടുംബം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ അസുഖത്താൽ വളരെയേറെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അദ്ദേഹത്തെ അകമഴിഞ്ഞ് സഹായിക്കുകയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. മണി എന്ന ചെറുപ്പക്കാരൻ്റെ ചികിത്സാർത്ഥം ഒരുമിച്ച് കൂടിയിട്ടുള്ളവരാണ് ഈ നാട്ടുകാർ. ജാതി മതഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ഒരു വലിയൊരു സമൂഹം തന്നെ മണിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വലിയൊരു സംഖ്യ ചെലവ് വരുന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് സ്വന്തമായൊരു വീടില്ല.